ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് വീക്ക് എവിഷൻ നടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ 7 പേരും മത്സരാർത്ഥികളായ 7 പേരും ഗാർഡൻ ഏരിയയിലേക്ക് വന്ന ശേഷം അവർ ഒരു ബോംബുണ്ട്, അതായത് കളർ ബോംബ്. ആ കളർ ബോംബിൽ ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ടുണ്ട്. ആ പേര് എഴുതിയതിനനുസരിച്ചിട്ട് ഓരോരുത്തരും അതാത് സ്ഥലത്ത് വന്ന് നിൽക്കുക. അതിനുശേഷം അതിലെ യെല്ലോ വയർ കട്ട് ചെയ്യുക എന്താണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്യുമ്പോൾ റെഡ് ഫോഗ് വരികയാണെങ്കിൽ അവർ ഔട്ടാവും, ഗ്രീൻ ഫോഗ് വരികയാണെങ്കിൽ അവർ സേവ്ഡ് ആവും കേട്ടോ. അപ്പം അങ്ങനെ ഓരോ മത്സരാർത്ഥികളും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദില കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് റെഡ് ഫോഗാട്ട് വരുന്നത്. അപ്പോൾ ആദില എവിക്റ്റഡ് ആയിരിക്കുകയാണ്. മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ആദിലാണ് എവിക്റ്റ് ആവുക എന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ തന്നെ ആദിലയാണ് എവിക്റ്റഡ് ആവാൻ സാധ്യത എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദിലയാണ് എവിക്റ്റഡ് ആയിരിക്കണം കേട്ടോ. പിന്നെ അതിൽ എവിക്റ്റഡ് ആയതുകൊണ്ട് ബിഗ് ബോസിൻ ഇപ്പോൾ ഇതാ ഫിനാലെ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിലാവില്ല, പുറത്താവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ എവിക്റ്റഡ് ആയിട്ടുണ്ട്.